Okay, hi everyone. Welcome back to Wisdom Academy classes. So we are moving on to the next session of trigonometry. അപ്പോൾ ട്രിഗണോമെട്രിയുടെ ഏറ്റവും ലാസ്റ്റ് എക്സസൈസ് ആണ് ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട എക്സസൈസ് ആണ് ഇത്. ഏറ്റവും തെറ്റ് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു എക്സസൈസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആദ്യം വയ്ക്കുന്ന ഒരു സ്റ്റെപ്പ് തന്നെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് RHSലേക്ക് എത്താൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളുടെ 4th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സബ്ഡിവിഷൻ ആണ്. അതിൽ 3rd ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്ഡേറ്റഡ് ടെക്സ്റ്റിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പഴയ ബുക്ക് ഫോളോ ചെയ്യുന്ന കുട്ടികളുടെ 3rd ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഡിലീറ്റഡ് ആണ്. അത് കോംപ്ലിമെന്ററി ആംഗിളിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങളത് പഠിക്കേണ്ട. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 9 sec square a മൈനസ് 9 tan square a ആണ്. ആക്ച്വലി ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. 9 കോമൺ ആയിട്ട് വരുന്നത് കാരണം ദിസ് ഇസ് 9 into sec square a മൈനസ് tan square a. നമുക്കറിയാം sec square a മൈനസ് tan square a എന്താണ്? 1 ആണ് അല്ലേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതാരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് തൊട്ട് പ്രീവിയസ് ക്ലാസ് പോയി കാണുക. അതിൽ നമ്മൾ ഐഡന്റിറ്റീസ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഇപ്പോൾ 6 square a മൈനസ് tan square a 1 ആണ്. 9 into 1 എന്താണ്? 9 ആണ്. ആൻസർ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. അത് CBSEയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റീവ് ആയിട്ടല്ല ചോദിച്ചിട്ടുള്ളത്. പ്രൂവ് ദാറ്റ് 1 plus tan theta plus sec theta into 1 plus cot theta minus cosec theta equal to 2 എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് ചോദിച്ചിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ടല്ല അത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. 1 plus tan theta plus sec theta into 1 plus cot theta minus cosec theta. ഇതിന്റെ ഉത്തരം 2 ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ ഉത്തരം 2 ആണ് വരുന്നുണ്ടാവുക. ഇതൊരു പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കി നോക്കുക. നമുക്ക് ഇവിടെ എല്ലാ ടേംസും ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പകരം എന്ത് ചെയ്യാം? എല്ലാം നമുക്ക് മാറ്റാം. 1 plus ടാനിനെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആക്കാം. സീക്കിനെ 1 by cos തീറ്റ ആക്കാം. അതേമാതിരി തന്നെ കോസ് ബൈ സൈൻ ആക്കിയാൽ മതി. കോസ് ഡിവൈഡഡ് ബൈ സൈൻ. ബിക്കോസ് നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ടേംസ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഒരേ രീതിക്ക് എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കി രണ്ട് ബ്രാക്കറ്റിലും എല്ലാം കോസും സൈനായി മാറിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇവാലുവേഷൻ എന്തായിരിക്കും, എളുപ്പമാക്കി നടത്താം. ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിനോമിനേറ്റർ ടേം കോമൺ ആക്കാനായിട്ട് 1 into cos തീറ്റ ചെയ്താൽ മതി. പ്ലസ് 1 ഡിവിഷൻ കോസ് തീറ്റ, അതായത് കോമൺ ഡിനോമിനേറ്റർ ആക്കുന്നു. ഇവിടെ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ സൈൻ തീറ്റ ആക്കി കഴിഞ്ഞാൽ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് വന്നു. ഓക്കെ, നിങ്ങൾ ഈ ന്യൂമറേറ്റർ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടേമിനെ എയും ഈ ഒരു ടേമിനെ ബിയും ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? ഈ ഒരു മൊത്തം ടേമിനെയും ഈ ഒരു 1നെ ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് എ പ്ലസ് ബിയും ഇത് എന്തായിരിക്കും? എ മൈനസ് ബി ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഇറ്റ് ഈസ് 1 itself ഡിവിഷൻ കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് 1 ഡിവിഷൻ കോസ് തീറ്റ സൈൻ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. നമ്മൾ ഐഡന്റിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. 1 plus 2 കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് 1 ഡിവിഷൻ കോസ് തീറ്റ സൈൻ തീറ്റ. ഇവിടെ ഒരു പോസിറ്റീവ് 1 ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് 1 ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കളയാം. നെക്സ്റ്റ് ഇറ്റ് ഈസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ടേം ആണ്, ക്യാൻസൽ ചെയ്യുക. ഇറ്റ് ഈസ്
സിംപ്ലി 2. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? 2 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു 5th ക്വസ്റ്റ്യൻ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ക്വസ്റ്റ്യനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ദാറ്റ് ഈസ് പ്രൂവ് ദാറ്റ് കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. അതായത് LHS ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RHS കിട്ടുന്നുണ്ടോയെന്നാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. നോക്കി നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കാം. ബിക്കോസ് RHS കോസ് ആണ്, ഇവിടെ കോസിൻ്റെ ഒരു കമ്പോണൻ്റ് ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? കോസിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. യെസ്, നമുക്കിവിടെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണ് അല്ലേ. അപ്പോൾ അവിടെ കോസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കൊസീക്ക് നമുക്ക് ഇവിടെ ഒരു ആവശ്യമില്ലാത്ത ടേമാണ്. നമുക്ക് എന്തെഴുതാം? സൈൻ എഴുതാം. ബിക്കോസ് സൈനും കോസും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബ്രാക്കറ്റിനെ സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. ദ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് LHS എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓർ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്നാണ്? സൈൻ സ്ക്വയർ തീറ്റ ആണ് അല്ലേ. സോറി, ഇറ്റ് ഈസ് സിംപ്ലി സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ വരും. ബിക്കോസ് ഇത് കോമൺ ആയിട്ടുള്ള ഒരു സ്ക്വയർ ആണ്. അപ്പോൾ ന്യൂമറേറ്ററിന് സ്ക്വയർ വരും, ഡിനോമിനേറ്ററിനും സ്ക്വയർ വരും. ഓർ this 1 minus cos theta. 1 minus cos theta the whole square നെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യരുത്. ബിക്കോസ് നമുക്ക് ഇവിടെ ന്യൂമറേറ്ററിൽ 1 മൈനസ് കോസ് തീറ്റ തന്നെയാണ് വേണ്ടത്. അത് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് ഇനി എക്സ്പാൻഡ് ചെയ്യാൻ പോരുത് കേട്ടോ. i മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യരുത്. അപ്പോൾ നമ്മളുടെ ഉത്തരം കിട്ടില്ല. ഡിവിഷൻ സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആണ് അല്ലേ. ബിക്കോസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 ആണ്. ഓർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആണ്. സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് സിംപ്ലി സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ. ഇറ്റ് ഈസ് 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. താഴെ നമുക്ക് എന്താണ് വേണ്ടത്? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ അല്ല വേണ്ടത്, പകരം 1 പ്ലസ് കോസ് തീറ്റ ആണ് വേണ്ടത്. ഇതെന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ദാറ്റ് ഈസ് 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതും ഈ ഒരു 1 മൈനസ് കോസ് തീറ്റയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 1 മൈനസ് കോസ് തീറ്റ ഡിവിഷൻ 1 പ്ലസ് കോസ് തീറ്റ. ഇത് തന്നെയല്ലേ നമ്മളുടെ RHS? 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ആദ്യത്തെ LHS എടുത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ തന്നെ RHS എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. പറ്റിയാൽ നമുക്ക് ഈ ഒരു സെക്ഷനിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാൻ നോക്കി നോക്കാം. കാരണം ഇതൊരു ടഫായിട്ടുള്ളൊരു സെക്ഷൻ ആയതുകൊണ്ട്. Next we are moving on to second question. Cos A divided by 1 plus sin A plus 1 plus sin A divided by cos A is equal to 2sec. ഇതും ഒരു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ആദ്യം LHSൽ സൈൻ ഉണ്ട്, ഇവിടെ സീക്ക് ആണുള്ളത്. അതായത് കോസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, ബിക്കോസ് 1 ബൈ കോസ് എന്താണ്? സീക്ക് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ സൈൻ ഉള്ളത് കൊണ്ട് ആ സൈനിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? കോസിലേക്ക് മാറ്റണം. അപ്പൊ കോസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീക്ക് കിട്ടാൻ എന്താണ്? വലിയ ബുദ്ധിമുട്ടില്ല, ബിക്കോസ് 1 ബൈ കോസ് എന്താണ്? സീക്ക് ആണ്. സോ നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ സൈനിനെ കോസിലേക്ക് ആക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോസ് എ ഇൻറ്റു കോസ് എ എന്താണ്? കോസ് സ്ക്വയർ ആണ്. 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ ഇറ്റ് ഇസ് 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയർ ഡിവിഷൻ 1 പ്ലസ്
സൈൻ എ ഇൻറ്റു കോസ് എ. അതായത് കോമൺ ഡിനോമിനേറ്റർ ആക്കാനായിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓർ ഇറ്റ് ഈസ് കോസ് സ്ക്വയർ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ദ ഹോൾ സ്ക്വയറിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് 2 സൈൻ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഡിവിഷൻ കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ വന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓർ ഇറ്റ് വിൽ ബി ഈക്വൽ ടു കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ എന്താണ് 1 ആണ്. 1 പ്ലസ് 1 പ്ലസ് 2 സൈൻ എ ഡിവിഷൻ കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ. ആൻസറിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു അല്ലേ? നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ഏകദേശം ആൻസർ എത്തിക്കഴിഞ്ഞു. 1 പ്ലസ് 1 എന്താണ് 2, 2 പ്ലസ് 2 സൈൻ എ ഡിവിഷൻ കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ. മുകളിൽ രണ്ട് ടേമിലും 2 ഉള്ളത് കൊണ്ട് നമ്മൾ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ദാറ്റ് ഈസ് 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 1 പ്ലസ് സൈൻ എ കോമൺ ആണ്. ദാറ്റ് ഈസ് 2 ബൈ കോസ് എ. 2 ബൈ കോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2 ഇൻറ്റു 1 ബൈ കോസ് എ. 1 ബൈ കോസ് എ ആക്ച്വലി എന്താണ് സി കെ ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു സി കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പ്രൂഫ്. സിംപ്ലി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു, ഐഡന്റിറ്റി അപ്ലൈ ചെയ്തു, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, ആൻസറിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.